ഹലോ, വെൽക്കം ടു പാറൂസ് പാൻട്രി. ഇന്നൊരു കബാബാണ്, വെജിറ്റബിൾ കബാബാണ്. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ക്യാരറ്റാണ്. ഇത് വളരെ ഈസിയാണ് ചെയ്തെടുക്കാൻ. 10 മിനിറ്റ്സ് കൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്നാക്ക് റെസിപ്പിയാണ്. തന്നെയല്ല, ഇൻഗ്രീഡിയൻസ് ഒക്കെ ആണെങ്കിലും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആണെങ്കിലും നമ്മളുടെ കിച്ചണിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. പാറൂസ് പാൻട്രി ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, കുറച്ച് വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്യാനൊക്കെ ഉള്ളതല്ലേ. ഇനി ബൗളിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇടാം. ഇത് 2 മീഡിയം സൈസ് ക്യാരറ്റ് ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ചെറുതായിട്ടാണ് ഗ്രേറ്റ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇത് നമുക്ക് ബൗളിലിട്ട് ഇട്ട് കൊടുക്കാം. കൂടെ ഒരു ബിഗ് സൈസ് സവാളയുണ്ട്. ഇതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തേക്കാണ്. കാരണം ചെറുതായിട്ട് കട്ട് ചെയ്യണം എല്ലാ ഇൻഗ്രീഡിയൻറ്റും കേട്ടോ. നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കേണ്ടതല്ലേ. അപ്പം വലിയ പീസൊക്കെ ഉണ്ട്, ഷേപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. പിന്നെ ഇതുപോലെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഇതുപോലെ തന്നെ കൊത്തി അരിഞ്ഞത്. ഇത് നമുക്ക് ആഡ് ചെയ്യാം. ഇനി ആഡ് ചെയ്യുന്നത് കറിവേപ്പിലയാണ്. ആ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്. മല്ലിയില ഇങ്ങനെ കറുത്തിരിക്കുന്നത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചോണ്ടാണ് കേട്ടോ. മല്ലിയിലയും നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഇത് ഒരു പിഞ്ച് കായമാണ്, കായപ്പൊടി കേട്ടോ. ഇത് മസ്റ്റായിട്ട് ചേർക്കണേ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൊടിയും. ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച്. ലാസ്റ്റ് നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കാരണം നമ്മുടെ ക്യാരറ്റിൽ വാട്ടർ ഉള്ളതുകൊണ്ട് അതിങ്ങനെ ഒരു കട്ടയായിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആദ്യം നമുക്കൊന്ന് ചേർത്ത് യോജിപ്പിക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കണം. ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2 ടീസ്പൂണാണേ. പിന്നെ ഇത് പൊട്ടുകടലയാണ്, ഒരു 1/3 കപ്പ്. അതിപ്പോൾ പൊടിച്ച് ഞാൻ എടുത്തു. അതിപ്പോൾ പൊടിച്ചപ്പോൾ ഒരു 1/2 കപ്പ് ഏകദേശം വരുന്നുണ്ട്. ഇത് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. വാട്ടർ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ആവശ്യത്തിന് വാട്ടർ ക്യാരറ്റിലുണ്ട്. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഒട്ടും വാട്ടർ ചേർക്കാതെ നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ക്യാരറ്റ് ഏത് സൈസിലുള്ള അനുസരിച്ചിരിക്കും പൊടി ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റ് വലിയ ക്യാരറ്റാണ് എടുക്കുന്നെങ്കിൽ ചിലപ്പം കുറച്ചുകൂടെയൊക്കെ പൊട്ടുകടലയുടെ പൊടിയുടെ ആവശ്യം വരും. അപ്പം അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്തെടുക്കാം. കാരണം നന്നായിട്ടൊരു അത്യാവശ്യം കറക്റ്റായിട്ട് അത് മിക്സ് ചെയ്ത ഒരു രൂപത്തിലാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ഫോൾഡ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, ഇത് കറക്റ്റായിട്ടുണ്ട് മിക്സ് ചെയ്തിട്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ഓവൽ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. കയ്യിൽ വെച്ചിട്ട് തന്നെ, കയ്യിൽ ഇത്തിരി എണ്ണയോ വെള്ളമോ ചേർത്തിട്ട് തേച്ചിട്ട് ഇതുപോലെ ചെറിയ ബോൾസാക്കി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കത് പ്രസ് ചെയ്തെടുക്കാം. അപ്പം ഞാനൊന്ന് ഷേപ്പാക്കി കാണിക്കാം. ഇതുപോലൊരു ഓവൽ ഷേപ്പിലാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള ഈ മാവ് കൂടെ നമുക്ക് ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ ഞാൻ 3 ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുടെ ഞാൻ ഷേപ്പ് ചെയ്തെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് വളരെ കുറച്ച് എണ്ണയിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പം ഒരു ടേബിൾ സ്പൂൺ ഓയിലേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ജസ്റ്റ് ആ പാനിലൊന്ന് സ്പ്രെഡ് ആകാൻ വേണ്ടി മാത്രം. ഇത് നമ്മൾ ഈ കബാബ് ഇടുമ്പോഴത്തേക്ക് 2 സൈഡും നമുക്കൊന്ന് ജസ്റ്റ് ഒന്നും മുരിച്ചെടുക്കത്തക്ക രീതിയിൽ മാത്രം എണ്ണ മതി. നമുക്ക് വളരെ കുറച്ച് എണ്ണ യൂസ് ചെയ്യുന്നുള്ളൂ. നമുക്കിത് 2 സെറ്റ് കബാബ് ചെയ്യാനുണ്ട് എൻ്റെ പാത്രത്തിൻ്റെ വലുപ്പത്തിന്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ആണ് ഞാൻ മൊത്തത്തിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്ര എണ്ണയെ വേണ്ടി വരുള്ളൂ. ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വെജിറ്റബിൾ ഓയിലായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് കബാബ് ഞാൻ ഒരു സെറ്റിലേക്കുള്ള പരത്തി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിതെല്ലാം ഞാൻ ഈ കബാബെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. ഞാനിവിടെ ഒരു സെറ്റ് എല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇതിനെയും 1 മിനിറ്റ്, ഏകദേശം 1 മിനിറ്റ് നമുക്കിങ്ങനെ തന്നെ ഒന്ന്
ഫ്രൈ ആക്കണം ഒരു സൈഡ്. ഇത് മീഡിയം ഫ്ലെയിമിൽ കുറച്ച് താഴെ വെച്ച് വേണം ചെയ്യാൻ. എന്നാൽ ലോ ഫ്ലെയിം ആക്കരുത്, കാരണം ഈ എണ്ണ ഇതിൽ അങ്ങ് പിടിച്ചു പോകും, കുടിക്കും. അപ്പോൾ ഒരുപാട് അങ്ങ് ഫ്ലെയിം ആവാത്തൊരു മീഡിയം അഡ്ജസ്റ്റ് ചെയ്ത് വേണം വെക്കാൻ. മീഡിയത്തിൽ താഴെ, ഇപ്പോൾ ഞാൻ എൻ്റെ സ്റ്റവിനനുസരിച്ച് ഒരു മീഡിയത്തിൽ താഴെ വെക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് 1 മിനിറ്റ് കഴിയുമ്പം ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വീണ്ടും ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. ഈ അടച്ച് വെക്കുമ്പോഴത്തേക്ക് ഇതിൽ ആ മോയ്സ്ചറൊക്കെ അടപ്പിൽ വന്ന് വീഴുന്നൊരു പരുവാവണ്ട. അതിന് മുമ്പത്തേക്ക് നമുക്കിനി എടുക്കണം. 1 മിനിറ്റ് മതി മാക്സിമം ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത്രയും മതി. 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കണ്ടോ ഏകദേശം നല്ലതായിട്ടുണ്ട്. വേവിൻ്റെ പ്രശ്നം വരുന്നില്ല, കാരണം വളരെ കനം കുറച്ചാണ് നമ്മൾ പരത്തിയേക്കുന്നത്. എന്നാലും 1 മിനിറ്റ് ഞാനൊന്ന് അടച്ച് വെച്ചതാണ്. പിന്നെ ആ മോയ്സ്ചർ എണ്ണയ്ക്കകത്ത് വീഴാണ്ട് നോക്കുക കേട്ടോ. അപ്പം ഇനി നമുക്കിത് ഒരു സൈഡ് മൂക്കുമ്പോഴത്തേക്ക്, ഇനി ബാക്കിയുള്ള നിങ്ങൾക്ക് അറിയാവുന്നതേ ഉള്ളൂ. നമുക്ക് ഒരു സൈഡ് റെഡി ആകുമ്പോഴത്തേക്ക് തിരിച്ചിടുക, 2 സൈഡും തിരിച്ചിട്ട് എടുക്കുക. അതായത് ഇപ്പോൾ ഒരു സൈഡ് കറക്റ്റായിട്ട് കണ്ടോ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡൂടെ ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാണാം. ഇത് കണ്ടോ, ഇത് 2 സൈഡും ഞാൻ തിരിച്ച് മറിച്ച് ഇട്ട് റെഡിയാക്കി എടുത്താണ്. അപ്പോൾ ആ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ നമുക്ക് അധികം കറക്റ്റായിരുന്നു. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഒരു സെറ്റ് കൂടെ ഉണ്ട്, ഒരുപാടില്ല, അതുകൂടെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്, ഒരുപാട് ഓയിലൊന്നും വേണ്ട. ഇത് നമുക്കിപ്പം പൊട്ടിപ്പോകുമെന്നോ ഒക്കെ തോന്നും വെജിറ്റബിൾ ആയതുകൊണ്ട്, പക്ഷേ അങ്ങനൊന്നുമില്ല. ഇത് കറക്റ്റാണ്, പൊട്ടിപ്പോകത്തൊന്നുമില്ല. പെർഫെക്റ്റ് കബാബാണ്. ക്യാരറ്റ് വെച്ചിട്ട് ബാക്കിയോടെ ചെയ്തെടുക്കാം. ഞാനൊരു സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് സെറ്റ് കബാബും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. നമ്മുടെ കബാബ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇൻസൈഡ് സോഫ്റ്റാണ്. എന്നാൽ ഒരുപാടങ്ങ് നമുക്ക് പിടിക്കാൻ പറ്റാത്ത പോലെ സോഫ്റ്റൊന്നും അല്ല. ഞാനിവിടെ ആപ്പിൾ ചട്നിയാണ് ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, കെച്ചപ്പോ ടൊമാറ്റോ കെച്ചപ്പോ ചില്ലി സോസോ ഏത് വേണമെങ്കിലും എടുക്കാം. എല്ലാം നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ. ഈ ആപ്പിൾ സോസ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാൻ പറ്റും യൂട്യൂബിൽ. ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വളരെ ഈസി ആയിട്ട് 10 മിനിറ്റ്സിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമുക്ക് ചായ അടുപ്പത്ത് വെച്ചിട്ട് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു പ്രിപ്പറേഷൻസും വേണ്ട ഇതിന് വേണ്ടിയിട്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചെയ്ത് നോക്കുന്നവർ കമൻറ്റ് പറയുക. വീണ്ടും കാണാം പാറൂസ് പാൻട്രിയിൽ മറ്റൊരു വീഡിയോയുമായിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.